ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ സംബന്ധിച്ച് രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് ഓണക്കിറ്റിന്റെ വിതരണം ഇന്നുകൂടിയാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ളത്. ഇതിനുശേഷം പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള വിതരണം ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചു. വിവിധ തരത്തിലുള്ള അരികളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മട്ടരി, പച്ചരി, പുഴുങ്ങല്ലരി ഇത്തരത്തിലുള്ള അരികളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഏത് രൂപത്തിലാണ് എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഓണക്കിറ്റിന്റെ വിതരണം മിനിഞ്ഞാന്ന് മുതൽ ആരംഭിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓണക്കിറ്റ് വിതരണോദ്ഘാടനം 2-ാം തീയതിയാണ് നടന്നത്. പല പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണക്കിറ്റ് ഉദ്ഘാടനങ്ങൾ റേഷൻ കടകളിൽ നടന്നുകയുണ്ടായി. അത്തരം വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ നാട്ടിൽ നടന്നതാണിത്. ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് ഇന്നും കൂടി വിതരണം ചെയ്യുന്നത്. നാളെ മുതൽ പിങ്ക് റേഷൻ കാർഡുകാരുടെ വിതരണം ആരംഭിക്കും. നാളെയും മഞ്ഞ റേഷൻ കാർഡുകാർക്ക്, വാങ്ങാത്ത മഞ്ഞ റേഷൻ കാർഡുകാർക്ക് നാളെയും പോയിട്ട് വാങ്ങാവുന്നതാണ്. വരും ദിവസങ്ങളിലും വാങ്ങാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡുകാർക്ക് നാളെ വിതരണം ആരംഭിക്കുന്നതാണ്. അതിനുശേഷം 9-ാം തീയതി മുതലായിരിക്കും നീല റേഷൻ കാർഡുകാർക്ക് വിതരണം ആരംഭിക്കുന്നത്. പിങ്ക് റേഷൻ കാർഡുകാർക്ക് നാളെ വിതരണം ആരംഭിച്ച് 7-ാം തീയതി ശനിയാഴ്ച വരെയാണ് പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള വിതരണം. അതിനുശേഷവും ആ കിറ്റ് വാങ്ങാവുന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്നലെ ആരംഭിച്ചു. റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്താത്ത ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വിവിധ റേഷൻ കടകളിൽ വിവിധ തരത്തിലുള്ള അരികളാണ് ലഭിക്കുക. ഓരോ താലൂക്കിലെയും ലഭ്യതക്കനുസരിച്ച് ആട്ടകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. ലഭിക്കുന്ന അരിയുടെ ഇനത്തിലും വ്യത്യാസമുണ്ടാകും. അതായത് 30 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലുള്ളത്. ആ അരി എൻ്റെ റേഷൻ കാർഡിൽ 18 കിലോ പുഴുങ്ങലരിയും 12 കിലോ മട്ടരിയുമാണ്. അതുപോലെ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. അതിൽ 2 കിലോ പുഴുങ്ങലരിയും 2 കിലോ മട്ടരിയുമാണ്. ഇനി നീല റേഷൻ കാർഡിലേക്ക് വരികയാണെങ്കിൽ ഒരു വ്യക്തിക്ക് 2 കിലോ അരിയാണ് ലഭിക്കുന്നത്. അത് 1 കിലോ അരി മട്ടരിയും 1 കിലോ പുഴുങ്ങലരിയുമാണ്. ഇനി വെള്ള റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്നത് 4 കിലോ അരിയാണ്. അതിൽ 2 കിലോ പച്ചരിയും 2 കിലോ മട്ടരിയുമാണ് ലഭിക്കുന്നത് എൻ്റെ റേഷൻ കടയിൽ. വിവിധ താലൂക്കുകളിൽ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എൻ്റെ താലൂക്കിലെ അവസ്ഥ ഇതാണ്. ഓരോ താലൂക്കിലെയും എത്തുന്ന അരിയുടെ സ്റ്റോക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഈ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ റേഷൻ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നാണ് കോവിഡ് അവലോകന യോഗം. ഇന്ന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 4 മാസമായി നമ്മുടെ സംസ്ഥാനത്ത് 2 രീതിയിൽ തുടരുന്ന ലോക്ക്ഡൌണിനാണ് ഇന്ന് അന്ത്യമാവാൻ പോകുന്നത്. ലഭിക്കുന്ന സൂചനകൾ പ്രകാരം TPR അടിസ്ഥാനത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കും. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനും ശനി ഞായർ ലോക്ക്ഡൌണും ഒഴിവാക്കാനാണ് സാധ്യത. ഈ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ യോഗം കഴിഞ്ഞാലുടനെ തന്നെ കൃത്യമായി നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.